എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. 2024 മാർച്ച് മാസം 1, 2, 3 ദിവസം കോട്ടയം കെപിഎസ് മേനൻ ഹാളിൽ വെച്ച് ഒരു ഉപവാസവും പ്രാർത്ഥനയും നടത്തപ്പെടും. ഒരു പ്രത്യേക ദൈവനിയോഗ പ്രകാരമാണ് ആ 5 സെക്ഷൻ മീറ്റിംഗ് നടക്കുക. വെള്ളിയാഴ്ച തുടങ്ങുന്ന മീറ്റിംഗ് ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കും. എല്ലാ സെക്ഷനിലും ഞാൻ തന്നെ ശുശ്രൂഷിക്കും. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ഉപവാസം 1000ങ്ങൾക്ക് വിടുതലായിരിക്കും. സ്തോത്രം. എല്ലാ സെക്ഷനിലും രാവിലെയും വൈകിട്ടും, രാവിലെ 10 തൊട്ട് 2 വരെയും വൈകിട്ട് 6 തൊട്ട് 9 വരെ. ആമീൻ. വെള്ളി, ശനി, ഞായർ നമുക്ക് ഒന്നിച്ചു കൂടാം. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? നിങ്ങൾ കടന്നു വരണം. സ്തോത്രം. അവിടെ പാർത്ത് സ്തോത്രം ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾക്ക് കോട്ടയം ടൗൺ ആണ്, താമസിക്കാൻ ധാരാളം ഫെസിലിറ്റികളുണ്ട്. നിങ്ങൾക്ക് താമസിക്കാം. അവിടെ വന്ന് പ്രാർത്ഥനയെ കൂടാം. 3 ദിവസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഞങ്ങളെല്ലാം ഉപവസിക്കാൻ പോവാം. 3 ദിവസം ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒന്നിച്ച് കാണാം, ഒന്നിച്ചു കൂടാം. ഗോഡ് ബ്ലസ് യു. എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ഈ ഫെബ്രുവരി മാസം 29-ാം തീയതി 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന മൂവാറ്റുപുഴയിൽ വെള്ളൂർ കുന്നത്തുള്ള ജീസസ് വോയിസിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നോൺ സ്റ്റോപ്പ് പ്രയർ. ഞാൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ അവിടെ വരികയാണ്. എന്നോടുകൂടെ പാസ്റ്റർ ജോൺസൺ കുണ്ട്ര, മറ്റനുഗ്രഹീതരായ ദൈവദാസന്മാർ വചനം പറയുന്നു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് വരെ ജീവിതത്തിൽ 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാം. 12 മണിക്കൂർ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതരെ വിളിക്കണം, ആ പ്രയറിൽ വരണം. വലിയ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ ആരാധനയായി നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ ആരാധന എല്ലാ വിധത്തിലും അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം അർപ്പിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ശുശ്രൂഷകളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുകൾ ഉണ്ടാകുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിപ്പാൻ, വചന ശുശ്രൂഷയിൽ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ, ദൈവിക വിടുതലുകൾ പ്രാപിപ്പാൻ നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കർത്താവിനെ ഒന്നിച്ച് ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ഹാർവസ്റ്റ് ടിവിയിലൂടെ ദൈവത്തെ ആരാധിപ്പാൻ ജീവിതത്തിൽ അങ്ങ് ഒരുക്കുന്ന അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അനുപകാരങ്ങളൊന്നും മറക്കരുതെന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, പുറമോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ആത്മമണവാളനെ ആരാധിപ്പാൻ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ ദൈവം വിടുവിച്ചല്ലോ. ഞങ്ങളെക്കാൾ ശക്തന്മാർ അനേക ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കൃപയാൽ 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 ഞങ്ങളുടെ യേശുവിനെ ആരാധിപ്പാൻ, സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഒരവസരം കൂടെ ദാനം നൽകിയതിനാൽ സ്തോത്രം. ഈ ശുശ്രൂഷകളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ലോകമെമ്പാടും ഇരുന്ന് ഹാർവസ്റ്റ് ടിവിയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഞങ്ങളോടൊപ്പം ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വീജികൾ ചെല്ലുന്ന ഇടങ്ങളിൽ അനേക ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽപ്പാൻ ഇടയാക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകരം എല്ലാവരുടെ മേലും ഇന്ന് പകൽ വെളിപ്പെടുവാനിടയാക്കണം. ദൈവശബ്ദം അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനിടയാക്കണം. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ കൊയറിനെ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവ് എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുമാറാകണം. ശക്തിയേറിയ വചന ശുശ്രൂഷ ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകുന്നതിനാൽ സ്തോത്രം. ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ജീസസ് വോയിസ് ചർച്ചിലേക്ക് ആരാധനയിലേക്ക് ഞങ്ങൾ സ്വാഗതം അരുളുന്നു. ഇന്നത്തെ ആരാധന എല്ലാ വിധത്തിൽ നമുക്ക് അനുഗ്രഹമാകട്ടെ. പ്രാരംഭമായി നാം കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ നമ്മോടൊപ്പം ഉണ്ട്. അവരോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. സഭായോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവദാസന്മാർ, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ, ഹാർവസ്റ്റ് TV യിലൂടെ, വിവിധ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എത്രയൊക്കെ സന്തോഷമുണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവാം. നാം ആരാധിക്കുന്ന ദൈവത്തിന് നമ്മെ നന്നായിട്ട് അറിയാം. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നാം നോക്കുകയാണെങ്കിൽ നോഹയെയും കുടുംബത്തെയും ദൈവം ഓർത്തു, അബ്രഹാമിനെ ദൈവം ഓർത്തു, അനേക ദൈവദാസന്മാരെ ദൈവം ഓർത്തു, ഹന്നയെ ദൈവം ഓർത്തു. അതുപോലെ ഇന്ന് പകൽക്കാലം നമ്മെയും ഓർക്കുന്ന ഒരു ദൈവത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന സർവശക്തനായ, ഹല്ലേലൂയ, നമ്മുടെ പിതാവായ ദൈവത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ കാലം നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ നെടുവീർപ്പുകൾ, വിഷമങ്ങളൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയം മുഴുവനായി ദൈവത്തിങ്കിലേക്ക് പകർന്നുകൊണ്ട് മറ്റാരെയും നോക്കാതെ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണ മനസ്സോടെ നോക്കി, ഹല്ലേലൂയ, ഇതുപോലെ കാലം നിൻ്റെ ദുഃഖങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവിക സമാധാനത്താൽ നിറയ്ക്കുവാൻ ഇന്നുപോലെ കാലം ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരമോ പറയുന്നത്, ഹല്ലേലൂയ, മരുഭൂമിയിൽ അർദ്ധപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ച് ഓമന പേർ ചൊല്ലി എന്നെ മാർവോടണച്ച സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീര് പലപ്പോഴും ആരും കാണാതെ കരഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ട്, പക്ഷേ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഓരോ കണ്ണുനീരും ദൈവത്തിൻ്റെ തുരുത്തിലാക്കിയിട്ട് ഹല്ലേലൂയ പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഓ ജീസസ്. മരുഭൂമിയിൽ അർദ്ധപ്രാണനാ ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു, ഓമന പേർ ചൊല്ലി എന്നെ മാർവോടണച്ചു. മരുഭൂമിയിൽ അർദ്ധപ്രാണനാ ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു, ഓമന പേർ ചൊല്ലി എന്നെ മാർവോടണച്ചു. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നനച്ചതില്ല. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതിൽ. വിശ്വസിക്കുന്നവർ പാടിയാട്ടെ. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. പാടിയാട്ടെ. എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു, എനിക്കൊരു ഉത്തമഗീതം.
ഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീ പൂപോലെ മൃദുലം. എൻ്റെ ഹൃദയത്തെ തോടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ ആ സ്നേഹത്തെ ഓർത്ത് ഹല്ലേലൂയ. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. എൻ്റെ ഹൃദയത്തെ തോടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെ യെസ് ലോർഡ് കണ്ട്. ഹല്ലേലൂയ. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നൻ, സ്നേഹമെന്നിൽ ദീനം തോറും വർദ്ധിച്ചിടുന്നേ. പാടിയടേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നൻ, സ്നേഹമെന്നിൽ ദീനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തോടുവാൻ, മുറിവിൽ യേശുവെ പോലാരും കണ്ടതില്ല, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ നന്ദിയോടെ ഹല്ലേലൂയ. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠ മുഖമൊന്ന് നോക്കി പാടിയത്. എനിക്കേറ്റം പ്രിയമുള്ള നാവിലോ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. ഇതുപോലെ ആരാധന കൊടുത്താട്ടെ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. കരങ്ങളൊന്ന് വീശി പാടിയാട്ടെ. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാ. We worship you Lord. എന്നേശുവേ അങ്ങേക്കാരാ. കാരണം അങ്ങേ
അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവ്വസ്. പാടിയാടെ അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ ആ കരങ്ങളൊന്ന് ഉയർത്തി പാടിയുടെ ആരാധന. കരങ്ങളെ വീശി എന്നേശുവേ, എന്നേശുവേ അങ്ങേക്ക് ആരാധന, ആരാധന. ഹോ അങ്ങേക്ക് നന്ദി കർത്താവേ, എന്നേശുവേ അങ്ങേക്ക്. ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ കരങ്ങൾ ഉയർത്തി ആരാധന, അങ്ങേക്ക് ആരാധന. എന്നേശുവേ അങ്ങേക്ക്. നിങ്ങൾ ചേർന്നൊന്ന് പറയാം, യേശുവേ ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. എന്നേശുവേ അങ്ങേക്ക്. ഒരു പ്രാവശ്യം കൂടി ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. എന്നേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ഇത്ര സന്തോഷത്തോടെ ആയിരിക്കും ദൈവസന്നിധി. ഹല്ലേലൂയ. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എത്ര പേർ അനുഭവിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ഹല്ലേലൂയ. ആ നാമത്തിന് തുല്യം വെക്കാൻ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. നമ്മുടെ ഇടയനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആടുകളെ പരിപാലിക്കുന്നവൻ്റെ പേരാണ് ഇടയൻ. ഇടയൻ ആടുകൾക്ക് വേണ്ടിയതെല്ലാം നൽകുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. അവന് വേണ്ട ഫുഡും കാര്യങ്ങളുമെല്ലാം. പക്ഷേ ചില ആടുകൾ വഴിതെറ്റിപ്പോകുമ്പോൾ വടികൊണ്ട് അവനെ അടിച്ച് ഹല്ലേലൂയ നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഇടയൻ. ഹല്ലേലൂയ. നമ്മളെ പലപ്പോഴും ദൈവം ശിക്ഷിക്കാറുണ്ട്. ഹല്ലേലൂയ. നന്മകളൊക്കെ തരാറുണ്ട്. പക്ഷേ യഥാർത്ഥ ഇടയനായതുകൊണ്ടാണ് ദൈവത്തിന് ശിക്ഷയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ അവിശ്വസ്തരായി തീർന്നു പോകും. ഹല്ലേലൂയ. പക്ഷേ മരണത്തിനൊന്നും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. വീണ്ടും ദൈവം നിലനിർത്തിയിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, വീണ്ടും കർത്താവിന് വേണ്ടി ചില നന്മകൾ കൂടി ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആരുടെ നാമം വിളിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? യേശുവിൻ്റെ നാമത്തെ ഉയർത്താനാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു വ്യക്തിയായി തീരുവാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ് യേശുവിൻ നാമം, എൻ്റെ യേശുവിൻ നാമം എൻ്റെ ജീവിതത്തിൽ ഏക ആശ്രയമേ. അതുകൊണ്ട് ഞാൻ എന്നും സ്തുതിക്കും, ഞാൻ എന്നും വാഴ്ത്തും എൻ്റെ യേശുവിൻ നാമം. എനിക്ക് എത്ര ആനന്ദം. സന്തോഷത്തോടെ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും കരങ്ങളെ ചേർത്തടിച്ച് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. Hallelujah. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. ഹല്ലേലൂയ. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. അതുകൊണ്ട് യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ.
ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ. അതുകൊണ്ട് യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ. 10,000 ഹല്ലേലൂയ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ. 10,000 അതുകൊണ്ട് നന്ദിയോടെ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്ക്. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ. നന്ദിയോടെ പാടിയാട്ടെ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിതൻ ഭുജബലത്താ എന്നെ ഹല്ലേലൂയ. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിതൻ ഭുജബലത്താ എന്നെ നടത്തി. അതുകൊണ്ട് യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്ക്. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായ, പാടിയാട്ടെ വിശ്വാസത്തോടെ. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നിത്യം നടത്തുന്നവൻ. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കൊടിക്കീഴിൽ നിത്യം നടത്തി. അതുകൊണ്ട് യേശുവിൻ പാടിയാട്ടെ. ഹല്ലേലൂയ. എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്ക്. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തൻ്റെ ഹല്ലേലൂയ. യേശു എത്ര നല്ലവൻ, യേശു എത്ര. സന്തോഷത്തോടെ ഹല്ലേലൂയ. We praise you Lord. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ. 10,000 അതിശ്രേഷ്ഠനവൻ. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്ക്. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. അതുകൊണ്ട് സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. വിശ്വാസത്തോടൊന്ന് പാടിയാടേ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും ആരുടെ ദൈവമാണ്? അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും നമ്മുടെ ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. അതുകൊണ്ട് പാടിയാടേ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാതന്നവർ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഓ ജീവമന്നാതന്നവർ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബ് എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവം,
ഈസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അതു ഒന്നാണ് എനിക്ക് അഭയം. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അതു ഒന്നാണ് എനിക്ക് അഭയം. അതുകൊണ്ട് അബ്രഹാമിൻ ദൈവം ഈസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഈസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും ഭയം വേണ്ട. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ, ഓ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. പാടിയാട്ടെ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ, ഓ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ഓ അബ്രഹാമിൻ ദൈവം ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അബ്രഹാമിൻ ദൈവം ഈസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ സന്തോഷത്തോടെ. ഹല്ലേലൂയ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും എല്ലാ ഭയങ്ങളും മാറി വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സകലതും കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നല്ല ഇടയനാണ്. ഒന്നിനെ കുറിച്ച് ഇനിയും ഒരു ഭയവും വേണ്ട, ഭീതിയും വേണ്ട. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ആരാധിച്ചാട്ടെ. ഞങ്ങളെ ശക്തമായി നടത്തുന്ന ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് അതിനേക്കാളിലും ഉപരിയായി നടത്തുവാൻ ശക്തൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ ഭീതിയും മാറട്ടെ, എല്ലാ ഭയവും മാറട്ടെ. ഓ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം പുതിയതൊന്ന് ദൈവം ചെയ്യട്ടെ. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആരാധിച്ചാട്ടെ. ഒന്നിനെ കുറിച്ച് ഇനി ഭാരപ്പെടേണ്ട. മനുഷ്യനിൽ ആശ്രയം വെക്കരുത്. പകൽക്കാലം ദൈവത്തിൽ ആശ്രയം വെച്ച് ഹല്ലേലൂയ ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ദൈവത്തിൽ കൊടുത്തിട്ടുന്ന പകൽക്കാലം സന്തോഷത്തോടെ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. 41 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം അതിൻ്റെ അവസാനത്തിൽ ഇപ്രകാരം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതുപോലെക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, കർത്താവ് നമ്മളെ സഹായിപ്പാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയം വെച്ചാൽ മുമ്പേ പറഞ്ഞതുപോലെ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ മനുഷ്യനോട് ചെന്ന് പറയുമ്പോൾ അവർ കരങ്ങൾ മലർത്തി കാണിക്കാറുണ്ട്. ഹല്ലേലൂയ. അവരുടെ കുറ്റമല്ല, ഒരു പരിധി വരെ അവർക്ക് ഹല്ലേലൂയ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എത്രയോട് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. എൻ്റെ ദൈവം നിശ്ചയമായി എന്നെ സഹായിക്കും. അതുപോലെക്കാലം സാഹചര്യം നിങ്ങൾ നോക്കരുത്. പഴയ നിയമത്തിൽ ഇപ്രകാരം പറയുന്നു, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല. ഹല്ലേലൂയ. താഴ്വരയിൽ ആ കുഴികളിൽ വെള്ളം നിറയും. ഹല്ലേലൂയ. ഇന്നുപോലെക്കാലം കാറ്റൊന്നും കാണത്തില്ല, സാഹചര്യം വേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇന്നുപോലെക്കാലം വിശ്വാസത്തോടെ നീ വെട്ടിയ കുഴിയുടെ മേൽ ഹല്ലേലൂയ വെള്ളം നിറയാൻ പോവാ. ഇന്നുപോലെക്കാലം ഹല്ലേലൂയ. വിശ്വാസത്തോടെ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
സാഹചര്യം നോക്കിയാൽ നമുക്ക് പറ്റത്തില്ല. കർത്താവേ, ഇതെങ്ങനെ സാധിക്കുമെന്ന് ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ നീ ഒരു പൊട്ടനെ പോലെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ആയിരിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വരുവാൻ സഹായിപ്പാൻ യേശുവുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇതുപോലെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ എൻ്റെ സഹായം അങ്കിലേക്ക് നോക്കുകയാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നല്ലാതെ എനിക്കൊരു സഹായമില്ല. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹായം അങ്ങിൽ നിന്ന് വരണമേ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ദൈവം എന്നെ സഹായിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പ്രകാശം ദൈവം പരത്തും. ഹല്ലേലൂയ. എൻ്റെ വിഷയങ്ങൾ മാറും. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി ഇവിടുന്ന് കടന്നു പോകുന്ന വിശ്വാസത്തോടെ കണ്ണുകളെ അടച്ചൊന്ന് പറഞ്ഞാട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്കു മാറത്തില്ല. ഹല്ലേലൂയ. പകുതി വഴിയിൽ വെച്ച് ഇട്ടിട്ട് പോകത്തില്ല. ഈ സാഹചര്യം മാറും. ഹല്ലേലൂയ. ഇന്ന് പോലും വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ. ഈ സാഹചര്യം എന്നേക്കും നിലനിൽക്കത്തില്ല. ഒരു സീസൺ ഒരിക്കലും നിലനിൽക്കത്തില്ല. മഴ എന്നും നിൽക്കത്തില്ല. വെയിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അതുപോലെ അല്ലേ, പ്രശ്നങ്ങൾ എന്നും നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഇത് മാറിപ്പോയി, ഞാനൊരു അനുഗ്രഹം അനുഭവിച്ചെന്ന് പറയത്തക്ക വിധത്തിൽ, സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഉയർത്താൻ പോവുക. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചെന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വിശ്വസ്തൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരമോ പാടുന്നത്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൽ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. പാടിയാടേ. അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ. പാടിയാട് വിശ്വാസത്തോടെ. കണ്ണീൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിടും ഹല്ലേലൂയ. അന്ത്യം വരെ, അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകര. കൈപ്പുള്ള വെള്ളം, കൈപ്പുള്ള വെള്ളം കൂടി ചിടിലും കൽപ്പന പോലെ നീടണം. ഏൽപ്പിക്കയില്ലവൻ, ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ. സ്വർപ്പൂരം നീയണയും വരെ. പാടിയാട്ടെ. കൈപ്പുള്ള വെള്ളം, കൈപ്പുള്ള വെള്ളം കൂടി ചിടിലും കൽപ്പന പോലെ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ. സ്വർപ്പൂരം നീ അണയും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനോട് പറഞ്ഞാട്ടെ, ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും, അഴലേറും. നിങ്ങളുടെ ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ. നീ തളരുകയോ ഇനി സഹജ. മരുഭൂപ്രയാണത്തിൽ, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ
നമുക്കില്ലയോ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നീ. യെസ് ലോർഡ്. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാ ഈ ലോകം നൽകിടും സ്നേഹത്തേക്കാ. ഇതുപോലെ എത്ര പേർക്ക് പറയാൻ പറ്റൂ? അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. യേശുവേ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയാൽ ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും കരങ്ങൾ ഉയർത്തി പാടിയാടേ. അങ്ങേ വിട്ടെങ്ങും പൂർണ്ണ മനസ്സോടൊന്ന് പാടിയാടേ. ഹല്ലേലൂയ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയാ ജീവിക്കും ഞാൻ. ഓ അടിയനിതാ ദേവാ, അടിയനിതാ ദേ. പൂർണ്ണ ഹൃദയത്തോടൊന്ന് പാടിയാടേ. അടിയനിതാ ദേവാ, അടിയനിതാ. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. അടിയനിതാ ദേ. We worship you, Lord. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എന്റെ സങ്കേതവും നീ എന്റെ നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. അതുകൊണ്ട് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. അടിയനിതാ ഒരു സമർപ്പണത്തോടെ പലകളും എത്ര പേർക്ക് പറയാൻ പറ്റും? അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഒരു പ്രാവശ്യം ഒന്ന് പാടിയാൽ അടിയനിതാ. ഓ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ.
യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ നാം കടന്നു വന്ന സമയം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധ ആരാധന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ശക്തമായ ദൈവവചന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാകുവാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. വിശേഷാൽ ഈ വിശുദ്ധ ആരാധന ലോകമെമ്പാടും ഹാർവെസ്റ്റ് ടിവിയിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റാഹേൽ എന്ന് പറയുന്ന സിസ്റ്ററാണ്. സിസ്റ്റർ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ പാരമ്പര്യമായ ചില പ്രയാസങ്ങൾ, ശാപകരമായ ചില പ്രതിസന്ധികളിൽ നിന്ന് അവർക്കൊരു വിടുതൽ പ്രാപിപ്പാൻ അവർ ആഗ്രഹിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. ആ മുറിവുകൾ കരിയുവാൻ ദൈവം ഒരു അത്ഭുതകരമായ സൗഖ്യം ആ സഹോദരിമേൽ ദൈവം അയക്കുവാൻ, അതുപോലെ തന്നെ തൻ്റെ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന ചില ദുഷ്ടശക്തികളിൽ നിന്ന് അവർക്കൊരു വിടുതൽ പ്രാപിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുക. നിശ്ചയമായും ദൈവസഭ ശക്തമായി പ്രിയപ്പെട്ടവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ ദൈവം തന്നെ ജനത്തിന്മേൽ അയക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുറന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനി ജോർജ് അവറുകൾ ആധികാരികമായി ദൈവജനം സംസാരിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ്റെ വചന ശുശ്രൂഷയും വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പ്രിയ ജയൻ എബ്രഹാം അവറുകൾ മുന്നോട്ട് കടന്നു വന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നമുക്ക് ചേർന്ന് സഭയായി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായി നല്ല നിമിഷത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സമയം മുതൽ കർത്താവെ അങ്ങേ പാടി ആരാധിപ്പാനും വിവിധ വിഷയങ്ങളെ വെച്ച് കർത്താവിനോട് മധ്യസ്ഥത അണിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷ ഹാർവെസ്റ്റ് ടിവിയിൽ കൂടെയും മറ്റു മാധ്യമങ്ങളിൽ കൂടെയും ലോകമെമ്പാടും വിളിച്ചറിയിപ്പാൻ തക്കോണം ഇതിൻ്റെ മുൻപിൽ പ്രവർത്തിച്ചതായിട്ടുള്ള പ്രിയ റാഹേൽ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ മകളോട് മനസ്സലിയുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് കർത്താവെ സാമ്പത്തികമായിട്ടുള്ള പല നന്മകളുണ്ടായിട്ടും അതിലൊന്നും മുൻപിലോട്ട് കടന്നു വരാതെ പ്രിയ സഹോദരി കർത്താവെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടിയിട്ട് കൈത്താങ്ങൽ നൽകിയപ്പോൾ കർത്താവെ അവിടുന്ന് നിൻ്റെ മകളോട് ഒന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവെ നേരിടുന്നതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മകൾ ശാരീരികമായിട്ട് അസ്വസ്ഥതയിലാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഓപ്പറേഷനൊക്കെ നടന്നു. എന്നാൽ കർത്താവെ, ആ ഭാഗത്തെ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങുവാൻ തക്കോണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ കർത്താവെ, നിൻ്റെ മകൾക്ക് പൂർണ്ണ ആരോഗ്യം നൽകി കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിൻ്റെ മേലുള്ള പാരമ്പര്യ ശാപങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയുസ്സിനോടുള്ള പോരാട്ടം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആയുസ്സിന് ഹല്ലേലൂയ 15 വർഷം നീട്ടിക്കൊടുത്തുവെങ്കിൽ പ്രിയ മകളുടെ ആയുസ്സിനോട് പോരാടുന്നതായിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും എല്ലാ പോരാട്ടങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ആ ഭവനത്തിലേക്ക് ഞങ്ങൾ അയക്കുകയാണ്. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് നന്ദി കരയറ്റുന്നു. കർത്താവെ, തുടർന്നുള്ള വചന ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷക്തൻ അനി ജോർജ് പാസ്റ്ററിനെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനവുമായിട്ട് നിൽക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം ഞങ്ങൾക്ക് അവിടുത്തെ അഭിഷക്തനിൽ കൂടെ കേൾപ്പാൻ തക്കോണം, വചനത്തെ ഞങ്ങൾക്ക് വിവേചിച്ച് തരുവാൻ തക്കോണം അവിടുന്ന് പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ് വരുന്ന ഒരാഴ്ച വട്ടക്കാലം ഞങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി ആത്മീയ മന്ന ഞങ്ങൾക്ക് വാരി പെറുക്കിക്കൊണ്ട് കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണം, കൃപ കൂടിയിരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ.
അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നാം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ദൈവസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ അനി ജോർജ് അവറുകൾ തുടർന്ന് ദൈവവചനം സംസാരിക്കും. കർത്താവിൻ്റെ ദാസനെ ആദരവോടെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിനോട് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ, പല ചാനലുകളിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരവസരം കൂടെ യേശു നമുക്ക് തന്നതോർത്ത് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് സംഖ്യാപുസ്തകത്തിലെ ഒരു വാക്യമാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പ്രേരണ തന്നത്. സംഖ്യാപുസ്തകത്തിൻ്റെ സ്തോത്രം 23-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. നമ്പേഴ്സ് ചാപ്റ്റർ 23 വേർഡ്സ് 22 and 23 നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 വേദവാക്യങ്ങളാണ് വായിച്ച് കേട്ടത്. സ്തോത്രം. ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ മിസ്രൈം എന്ന അടിമനുഖത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ദൈവം അവരോട് വാക്ക് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാം. സ്തോത്രം. അങ്ങനെ അവർ നടന്നു വരുന്ന വഴിയിൽ പല പല പ്രതിബന്ധങ്ങൾ സ്തോത്രം അവർക്കുണ്ടായി. ഈ വേദവാക്യമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നൊരു ദൂതുണ്ട്. വിളിച്ചിറക്കിയവൻ വഴിത്തലയ്ക്കൽ ഉപേക്ഷിക്കത്തില്ല. നരയ്ക്കുപോളം ചുമക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ വിളിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോകത്തില്ല. അവർക്ക് വേണ്ടതെല്ലാം ദൈവം കൊടുത്തു. വിശന്നപ്പോൾ മന്ന പൊഴിച്ചു, കൊതിച്ചപ്പോൾ കാടയെ കൊടുത്തു. രാത്രിയിലെ ദൈവ സ്തോത്രം ഇരുട്ടവരെ കയറിപ്പിടിക്കാതെ അഗ്നി തൂണായി ഇറങ്ങി നിന്നു. പകൽ വെയിലവരെ കൊള്ളാതെ സ്തോത്രം മേഘസ്തംഭമായി ഇറങ്ങി നിന്നു. രാവിലെ തോറും അവരുടെ വസ്ത്രത്തിന് പുതുമ വന്നു, അവരുടെ ചെരുപ്പിന് പുതുമ വന്നു, അവരുടെ ഭക്ഷണത്തിന് പുതുമ വന്നു. എല്ലാം ദൈവം അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം അവരെ ദൈവം നടത്തിക്കൊണ്ട് വരികയാണ്. ഞാൻ ഇവിടെ ഒരു സന്ദേശം പറയാനുണ്ട്. ദൈവം നിന്നെ നടത്താൻ തീരുമാനിച്ചാൽ ഏതൊക്കെ തടസ്സം ആരൊക്കെ കൊണ്ടുവന്നാലും ആ തടസ്സങ്ങളെ നിൻ്റെ മുമ്പിൽ നിന്ന് കൊത്തിമാറ്റി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. സ്തോത്രം. നീ പോകേണ്ട റൂട്ട് മാപ്പ് വരച്ചിരിക്കുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. എന്നോട് ദൈവം ഒരു ഉറപ്പ് തരിക, അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ നീ പോകാൻ പോവുക, ചിന്തിക്കാത്ത പാതകളിലൂടെ നീ ഗമിക്കാൻ പോവുക. നിന്നെ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ ദൈവമാണ്. ഒരു വിഷയത്തെ നമുക്ക് വേണമെങ്കിൽ ആത്മീക വീക്ഷണത്തിലും എടുക്കാം, ഭൗതിക തലത്തിലെ വീക്ഷണത്തിലും എടുക്കാം. ഇവിടെ ഒരു പ്രവാചകൻ്റെ ആത്മക്കണ്ണുകളിൽ കണ്ടൊരു കാര്യം ഒരു രാജ്യത്തോട് വിളിച്ചു പറയുന്ന ദൂതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇസ്രായേൽ മക്കളുടെ പുറപ്പാട്, ലേവ്യ, സംഖ്യ പുസ്തകങ്ങൾക്കകത്ത് നടന്ന ചരിത്രമൊന്നും ഞാൻ വലുതായി വിവരിക്കുന്നില്ല. എങ്കിലും ഈ വാക്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് ചില ഭാഗങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. 22-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യെരിഹോവിൻ്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ ഇസ്രായേൽ വന്ന് പാളയമിറങ്ങി. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, അന്ന് സ്തോത്രം മോവാബ് രാജാവ് സിപ്പോരിൻ്റെ മകനായ ബാരാക്ക് ആയിരുന്നു രാജാവ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും ബാരാക്ക് അറിഞ്ഞു. ബാരാക്ക് അറിഞ്ഞെന്തുവാ? ഇസ്രായേൽ മക്കള് സ്തോത്രം അമോര്യരോട് ചെയ്തതെല്ലാം അറിഞ്ഞു. അടുത്ത വാക്യം, മോവാബ് ഭയപ്പെട്ടു, മോവാബ് ഭ്രമിച്ചു, പേടിച്ചുപോയി. ദൈവം നിന്നെ നടത്താൻ തീരുമാനിച്ചാൽ എതിരാളിയുടെ വലിപ്പമൊന്നും വലുതായിട്ട് കാണല്ലേ. അവർക്കൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരെ ദൈവം നടത്തുന്നെന്നാ ദൂത്. അടുത്തിരിക്കുന്നതൊന്ന് കൈ കൊടുത്ത് പറ, നിന്നെ ദൈവം നടത്തുമെന്ന് പറ.
എങ്ങനെ നടത്തും? രാജകീയമായി നടത്തും. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളിലോട്ടാണ് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സ്തോത്രം. നിന്നെ എതിർത്ത പലരും തോറ്റത് നിന്റെ കായികാഭ്യാസം കൊണ്ടല്ല, നിന്റെ കുടുംബപ്പേര് വലുതായിട്ടല്ല, നിന്റെ അപ്പൻ ദേശത്ത് പ്രസിദ്ധനായോണ്ടല്ല. പലരും തോറ്റുപോകാൻ കാരണം ദൈവം നിന്നെ നടത്തുന്നത് കൊണ്ടാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ ദൈവമാണ് നടത്തുന്നത്, എന്നെ രാജകീയമായി ദൈവം നടത്തും? ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം, മോവാബ് രാജാവ് പേടിച്ചുപോയി, ഭ്രമിച്ചുപോയി. മോവാബ് രാജാവ് ഇവിടെ പറയുന്നുണ്ട്, മോവാബ് രാജാവ് പറയുക, പെട്ടെന്ന് ബിലയാമെന്ന് പറയുന്ന പ്രവാചകനെ വരുത്ത്. സ്തോത്രം. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, സ്തോത്രം, വന്നുകൂടിയ ജനം വലിയ ശക്തിയും ബാഹുല്യവും ഉള്ളവരാ, യുദ്ധം ചെയ്ത് എനിക്ക് അവരെ കീഴടക്കാൻ കഴിയും. പക്ഷേ നിന്നെക്കുറിച്ചൊരു കേൾവി ഞാൻ കേട്ടിരിക്കുന്നു. എന്തുവാ കേട്ട്? നീ ഒരുത്തനെ അനുഗ്രഹിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും, നീ ഒരുത്തനെ ശപിച്ചാൽ അവൻ ശപിക്കപ്പെട്ടിരിക്കും. എനിക്ക് തോന്നി യുദ്ധത്തെക്കാൾ നല്ലത് നിന്നെ കൊണ്ടുവന്ന് ശപിപ്പിക്കുന്നതാണ്. അങ്ങനെ സത്യത്തിൽ ആളി എന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, രാജാവ് വിളിക്കുന്നുണ്ട്, ഒന്ന് ശപിക്കാനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാജാവ് വിട്ട ആള് ബെൻസലാണ് വന്നേ. ബെൻസ് കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ച് കയറിയിട്ട് പറഞ്ഞു, ഒരു കൊട്ടാരത്തിൽ നിന്ന് വരുക, രാജാവ് അവിടെ സ്വർണ്ണശേഖരമൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുക, നീ വന്ന അമ്മമാരെ ഒന്ന് ശപിച്ചാൽ സോദരൻ നിനക്ക് ഇഷ്ടം പോലെ പൈസയും സ്വർണ്ണവും ഒക്കെ തരും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ ചിലതൊക്കെ കേട്ടാൽ ഇളകുമല്ലോ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, പോകുന്നതിന് കുഴപ്പമില്ല, ഞാൻ പറയുന്നേ മാത്രമേ നീ പറയാവൂ. അങ്ങനെ പുള്ളിക്ക് വലിയ സന്തോഷമായി, പുള്ളി പോയി. എന്തിനാ? പുള്ളി കയറിയ മൃഗം വരെ പുള്ളിക്കെതിരായി. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ അങ്ങ് പോയി. ഇപ്പം പുള്ളിക്ക് ദൈവത്തിൻ്റെ പ്രവചനമല്ല വിഷയം, രാജാവിൻ്റെ സ്വർണ്ണശേഖര വിഷയം. അവനവിടെ വന്നിട്ട് ബാരാക്ക് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് ഇവരെ അങ്ങ് പിരാഗി അങ്ങ് തകർത്തേക്കണം. സ്തോത്രം. ഇവരെ ശപിച്ചങ്ങ് തകർത്തേക്കണം, മുഴുവൻ വെളുപ്പിച്ചേക്കണം. സ്തോത്രം എന്നൊക്കെ പറഞ്ഞപ്പം ഇവൻ പറഞ്ഞു, സ്തോത്രം, യഹോവ എന്തോ പറഞ്ഞു അതേ ഞാൻ ചെയ്യത്തുള്ളൂ. അവനൊരു സ്ഥലത്ത് കേട്ടിട്ട് പറഞ്ഞു, ജനം താഴ്വരെ നിൽക്കുക, അമ്മി ശപിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, സ്തോത്രം, അങ്ങനെ ശപിക്കാൻ പറ്റത്തില്ല, കാരണം യഹോവ എൻ്റെ വായിൽ അനുഗ്രഹിക്കാനാണ് തന്നേക്കുന്നത്. ആ വാക്യത്തിൻ്റെ മുകളിലുണ്ട്, യഹോവ എൻ്റെ വായിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. സ്തോത്രം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവിടെ തൊട്ട് സ്തോത്രം, അനുഗ്രഹിക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു പറഞ്ഞു. പിരാകാനാ കൊണ്ടുവന്നേ, പക്ഷേ എനിക്ക് കിട്ടിയേക്കുന്ന ദൂത് എന്തുവാ? ഇവരെ അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിന്നെ ദൈവം അനുഗ്രഹിച്ചാണേ നിന്നെ ശപിക്കാൻ വരുന്നവനൂടെ നിന്നെ അനുഗ്രഹിച്ചേ പോവും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനുള്ള വിളിയാ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടൊന്ന് വായിച്ചേ, അതിൻ്റെ താഴത്തെ വാക്യം കൂടെ വായിക്കാമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. ദൈവം അനുഗ്രഹിച്ചേക്ക, എനിക്കത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിന്റെ കഷ്ടത ദർശിപ്പാനുമില്ല. നിന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. ഇനി വായിച്ച വാക്യം, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. ബാരാക്കേ, എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമൊക്കെയാ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവരെ ദൈവമാണ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ നിനക്കോ എനിക്കോ അവരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇത് കാണുന്നത് അക്ഷരീയ കണ്ണുകൊണ്ടല്ല, പ്രവാചക കണ്ണുകളിലൂടെയാ. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിച്ച്, നിന്റെ വരവും വളർച്ചയും ചിലർക്ക് നടുക്കം സൃഷ്ടിക്കുന്നുണ്ട്. നിന്റെ ആരാധനയും സ്തോത്രവും ചിലർക്ക് നടുക്കം സൃഷ്ടിക്കുന്നുണ്ട്. അവർക്കറിയാം എന്തെല്ലാം ആയുധം കൊണ്ടുവന്നാലും അതൊന്നും ഫലിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താ? ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ കൊണ്ടുവരുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, ദൈവമാണ് നമ്മളെ കൊണ്ടുവരുന്നതെന്ന് പറ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇച്ചിരിയുടെ നല്ല മലയാളം പറയാം, ദൈവം നിന്നെ നടത്തുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ മനസ്സിലായി, നിനക്കെതിരെ വന്ന 100 ശരയമ്പ് വന്നതിനേക്കാൾ വേഗത്തിൽ ഒരു വഴിയായി വന്നവൻ 7 വഴിയായി ഓടാൻ കാരണം എന്താ? നിന്റെ കഴിവല്ല, നിന്റെ ശക്തിയല്ല, നിന്നെ ദൈവം നടത്തുക. എന്നിട്ട് എഴുതിയിരിക്കുക, അവരുടെ മധ്യേ ദൈവം ഉണ്ട്. എന്നിട്ട് രാജകോലാഹലം.
കോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. അയ്യോ ഒന്നുകൂടെ അല്ല, രാജകോലാഹലം. അതിന്റെ മുകളിലത്തെ ഭാഗം കൂടെ. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകണേലേ, നിങ്ങൾ 114 സങ്കീർത്തനത്തിൽ പോ, അവിടെ ഇച്ചൂരുടെ വിവരണം കാണാം. ദൈവത്തിന് സ്തോത്രം. അത് പഠിച്ചാലേ ഈ ദൂത് പഠിക്കാൻ പറ്റൂ. 114 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടാൻ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി. എന്ത് ഈ വരവ് കണ്ടപ്പം യഹൂദയും ദൈവത്തിന് സ്വന്തം ദൈവം അതിന്റെ നടുവിൽ ആധിപത്യം പുലർത്തിയപ്പോൾ ഇത് കണ്ട സമുദ്രം ഓടി. യോർദാൻ അർത്ഥം പറയാം, നിന്റെ യാത്രയ്ക്ക് മുമ്പിൽ ഒരു ശക്തി നിൽക്കാത്തത് എന്നാ? നിന്റെ മധ്യത്തിൽ ദൈവമുണ്ട്. ഈ പഴയ നിയമം മുഴുവൻ മധ്യത്തിലുണ്ടെന്നാ. 3-ാം സ്വർഗം പോയപ്പോൾ പൗലോസ് പറയാം, മധ്യത്തിലല്ല, രക്ഷിക്കപ്പെട്ടവന്റെ ഹൃദയത്തിലുണ്ട്. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ശ്രദ്ധിച്ച്, ഇന്ന് നിന്റെ മുന്നോട്ടുള്ള യാത്രയുടെ തടസ്സം ദൈവം എടുത്തു മാറ്റാൻ പോവാ. നിന്നെ പ്രാകാൻ എഴുന്നേറ്റ ചിലരുടെ മുമ്പിൽ നീ ഒരു അനുഗ്രഹമാകാൻ ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഏതൊക്കെയോ വ്യക്തിത്വങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ടെൻഷൻ എടുക്കണ്ട. സമുദ്രം കണ്ടോടി. ഓ ഹല്ലേലൂയ. എത്ര പേര് ആമീൻ പറയും? ഇന്ന് പകൽ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ പല ദുർശക്തികളും നിനക്ക് മുമ്പിൽ ഓടി മാറുന്ന കാഴ്ച. ഓ ഹല്ലെ, നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. എനിക്കെന്തോ പരിശുദ്ധാത്മാ ബോധ്യം തരിക. സ്തോത്രം, സ്തോത്രം. സമുദ്രം കണ്ടോടി. പിന്നെന്താ വായിക്കുന്നത് ശ്രദ്ധിച്ചു? സമുദ്രം കണ്ടോടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. യോർദാൻ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. സമുദ്രം ഓടി, പക്ഷെ യോർദാൻ ഓടുവല്ല, പിൻവാങ്ങിപ്പോയി. 2 പേര് തമ്മിൽ മൽപ്പിടുത്തമുണ്ടായാൽ തോക്കുന്ന ആൾ പിൻവാങ്ങുന്ന പോലെ ജയിക്കാൻ കഴിയാതെ പിൻവാങ്ങിപ്പോയി. അടുത്തത്, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ. ഈ വരവ് കണ്ടപ്പോ പർവ്വതങ്ങൾ എന്ത് ചെയ്തു? മുട്ടാടുകളെ പോലെ. കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ തുള്ളി. അങ്ങോട്ട് തുള്ളി. നിങ്ങളൊന്ന് തിരിഞ്ഞ് എപ്പോഴേലും ഒക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ? ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കാറുണ്ടോ? ഉണ്ടോ? പർവ്വതമായി അന്ന് തുള്ളിയത്, പക്ഷെ ഇന്നിത് ഓർക്കുന്നവൻ തുള്ളും. എത്ര പേര് ആമീൻ പറയും? കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ നിന്നെ നടത്തി. എത്ര പേര് നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു, അവരെവിടെ പോയി? നിന്നെ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു, അവരെവിടെ പോയി? നിന്റെ കുടുംബം തീർന്നെന്ന് ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കി, അവരെവിടെ? ധൈര്യം വേണം. എന്നെ ദൈവമാ കൊണ്ടുപോകുന്നത്. എങ്ങാണ്ട് ശരീരത്തിലൊരു ചെറിയൊരു മുഴ വന്നപ്പോഴേ വേറിട്ട് ക്യാൻസറാ, നാളെ ചവപ്പെട്ടി പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ശരീരത്ത് ഒരു മുഴയല്ല 500 മുഴ വന്നാലും നീ പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ ദൈവം നടത്തും. ഷുഗർ വന്നവണ്ണെ കിഡ്നി പോകുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഷുഗർ എത്ര ഹയർ ലെവലിൽ പോയാലും നിന്നെ ദൈവം നടത്തും. BP വന്ന് സ്ട്രോക്ക് വന്ന് പോകുമെന്ന് ചിന്തിച്ചിരിക്കരുത്. നിന്റെ BPയെ ദൈവം നിയന്ത്രിക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഈ ദൈവ സാന്നിധ്യത്തെ കയറി നിൽക്ക്. നിന്റെ ആയുസ്സിനോട് പോരാടുന്ന സകല ശക്തികളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആവർത്തന പുസ്തകത്തിൽ ഇവരെ ദൈവം കൊണ്ടിരുന്നേ ഇവിടെ ഉള്ളൂ. പക്ഷെ എങ്ങനെയാ കൊണ്ടിരുന്നെന്നുണ്ട്. ഞാൻ അതിനകത്ത് ഒരു പദം എടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കൊണ്ടിരുന്നതെന്ന് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ വാക്യം. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. എനിക്കെന്തോ ദൈവത്തിന്റെ ആത്മാവ് വലിയ ബോധ്യം തരിക. ഇന്ന് പകൽ നിന്നെ നടത്തുന്ന വഴി ശത്രു അറിഞ്ഞില്ലേലും നീയേലും ഒന്ന് അറിയണം.
മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവോ? എതിരാളിയെ കാണുമ്പോൾ നീ പേടിക്കരുത്. അങ്ങനൊന്നും നിന്റെ ലൈഫ് ഫെയിലാകത്തില്ല. നിന്നെ ദൈവം കാക്കുകയാ. കഴുകൻ, ഒന്നുകൂടെ വായിച്ചത്, കഴുകൻ തൻ്റെ കൂടനക്കി. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ, കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കഴുകൻ്റെ കുഞ്ഞുങ്ങള്, സ്തോത്രം, അപ്പേ ഈ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ കഴുകൻ പറക്കുന്ന പോലെ പറക്കണം. അതിന് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളെ വാരി തൻ്റെ ചിറകിൻ്റെ മേളിൽ ഇട്ടോണ്ട് പറന്നുയരങ്ങളിൽ പോവും. ഈ കഴുകൻ കുഞ്ഞിനൊന്നും അറിയത്തില്ല. ഉയർത്തി പോയിട്ട് ഈ കഴുകൻ ഇങ്ങനെ ചരിച്ച് തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ വായുവിലേക്ക് ഇറക്കി വിടും. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഉറക്ക കരയും. രക്ഷപ്പെടാൻ വേണ്ടി അവരവരുടെ ചിറകിങ്ങനെ ചലിപ്പിക്കും. എന്തിനാണെന്നറിയോ? സ്തോത്രം, ചലിപ്പിക്കുമ്പം അവർ താഴോട്ട് വരുന്ന വേഗത കുറയും. അപ്പോൾ അവർക്ക് മനസ്സിലാകും, ചിറകൊന്ന് ചലിപ്പിച്ചാൽ ഈ അന്തരീക്ഷത്തിൽ നിൽക്കാം. അങ്ങനെ പല ആവർത്തി ചെയ്യുമ്പോൾ പിന്നെ അവരെ അമ്മി, സ്തോത്രം, കഴുകൻ തൻ്റെ ദേഹത്തൊന്ന് വാരിയിട്ടാൽ വായുവിൽ ഇങ്ങനെ പറന്നു നിൽക്കും. ഇവിടെ സ്വാമി ആവർത്തന പുസ്തകത്തിൽ ഇതുപോലെ നിനക്ക് പരിചയമില്ലാത്ത ചില മേഖലകളിൽ ആത്മാവ് ട്രെയിനിങ് തന്ന് നിന്നെ കരുത്തുള്ളവനാക്കി മാറ്റിയെന്ന് മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാനിന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്നെ വ്യത്യസ്ത അളവിലൂടെ ദൈവം നടത്താൻ പോവുക. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നടത്താൻ പോവുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത ചില ട്രെയിനിങ് പരിശുദ്ധാത്മാവ് നിനക്ക് തരട്ടെ. എന്നിട്ട് എഴുതി ശ്രദ്ധിച്ച് അവിടെ ആ 1-2 വാക്യം കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. കഴുകൻ തൻ്റെ കൂടനക്കി, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ചു അവനെ എടുത്തു, തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനെ നടത്തി. അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവന്റെ പ്രത്യേകത, അവന്റെ കൂടെ അന്യ ദൈവങ്ങളില്ലായിരുന്നു. അടുത്തതോടെ അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവരുടെ കൂടെ അന്യ ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടോ? അന്യ ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. പശുക്കളുടെ വെണ്ണയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാശാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും കോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. നീ ദ്രാക്ഷാരക്തമായ വീഞ്ഞു കുടിച്ചു. നിങ്ങൾ ഞാൻ ഇതായിട്ട് വായിക്കുന്നില്ല, വേണ്ടിയതെല്ലാം അങ്ങ് കൊടുത്തു. ദൈവം അവരെ കൊണ്ടുവരിക. ഒരാമീൻ പറഞ്ഞാട്ട് ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് പറയാം. എന്നിട്ട് അവിടെ പ്രവാചകൻ പറയുന്ന ഒരു വാക്കാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. നമുക്ക് ആ സംഖ്യാപുസ്തകത്തിലേക്ക് തിരിച്ചു പോകാം. സ്തോത്രം. 22-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ അവനോട് സൂക്ഷിച്ചു വേണം അടുക്കാൻ. കാരണം അവന് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്നൊരു ബോധ്യം, ബലം നഷ്ടപ്പെട്ട ആർക്കൊക്കെയോ ഇന്ന് പുതിയ ബലം തരാൻ കർത്താവ് ആഗ്രഹിക്കുക. എന്നിട്ട് പറയുകയാണ്, അവരുടെ ബലം എങ്ങനെ? കാട്ടുപോത്തിന് തുല്യമായ ബലമാണ്. അതുകൊണ്ട് അവർ പറയുകയാണ്, സ്തോത്രം, നിങ്ങളാരും ഇവരെ തകർക്കാൻ ആഭിചാരം ചെയ്യണ്ട. കാരണം ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. ഒരു പ്രവചനം കൂടെ പറയാം, നിനക്കെതിരെ വരുന്ന ആഭിചാരം പറ്റത്തില്ലെന്ന് ചിലർ അറിയാൻ പോവാ. നിനക്കെതിരെ വരുന്ന ലക്ഷണവിദ്യ Glory to God. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ദൂത് എവിടാന്നറിയാം? ശ്രദ്ധിച്ച്, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ആ കഥ പറയാം. കാട്ടിലെ മൃഗങ്ങളിൽ ഏറ്റവും കരുത്തുള്ള മൃഗം ആ കാട്ടുപോത്ത്.
വേഗത കുറവാണ് അതിന്, പക്ഷേ കരുത്ത് ഭയങ്കര. കാട്ടുപോത്തിൻ്റെ കൊമ്പ്, എനിക്കൊന്ന് ഇന്നലെയോ എവിടെ ടി വിയിൽ കാട്ടുപോത്തിറങ്ങി ഓടിയൊരു വാർത്ത ഞാൻ വൈകിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ബൈക്കുകാരൻ അത്ഭുതമായി രക്ഷപ്പെട്ടെന്നൊക്കെ മനോരമ ന്യൂസ്. സ്തോത്രം. ഒരു കാട്ടുപോത്തിൻ്റെ മുമ്പിൽ ചെന്ന് കയറി. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാട്ടുപോത്തിൻ്റെ പ്രത്യേകത വലിയ വമ്പൻ മരത്തെയൊക്കെ 2 അടി അടിച്ചാൽ അത് ആന മറിക്കുന്നതിനേക്കാൾ ശക്തിയോടെ മറിക്കും. പക്ഷെ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഈ കാട്ടുപോത്തിനെയും സിംഹം പിടിക്കും. എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയാമോ? സ്തോത്രം. ഈ കാട്ടുപോത്തിൻ്റെ പ്രത്യേകത, സിംഹം ഒരു സലിയൊന്ന് അലറിയ കാട്ടുപോത്ത് തൻ്റെ ശക്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടയും. സിംഹത്തിൻ്റെ പരിപാടിയുണ്ട്. എന്നിട്ട് സ്തോത്രം, കാട്ടുപോത്ത് നടന്ന് അവിടെ വരുമ്പോൾ സിംഹം അടുത്ത സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് ഇതുപോലെ അലറും. ഉടനെ പിന്നെയും കാട്ടുപോത്ത്. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ കാട്ടുപോത്തിൻ്റെ ബലം അങ്ങ് ക്ഷയിക്കും. ഈ സമയത്ത് സിംഹം കാട്ടുപോത്തിൻ്റെ മേൽ ചാടി വീണ് അതിനെ കീഴടക്കും. അവിടെ ശത്രു ഇവിടെ ശത്രു എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം നിന്നെ ചുമ്മാതെ കിടന്ന് അവൻ ഇളക്കുമ്പം അതൊന്നും കേട്ട് നീ നിൻ്റെ ബലം ക്ഷയിപ്പിക്കരുത്. അങ്ങനെയൊന്നും നീ തകർന്നു പോകരുത്. നിന്നെ കീഴ്പ്പെടുത്താൻ സാത്താൻ തന്ത്രങ്ങൾ മെടയുന്നു. എന്നാൽ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പുതിയ ബലം ഇന്ന് ഈ ആരാധനയ്ക്ക് നടുവിൽ നിൻ്റെ മേൽ പകരാൻ പോകുകയാ. ഇന്നിവിടെ ഇരിക്കുന്ന ചില ഇന്ന് ബലപ്പെട്ടിട്ടേ പോകാവൂ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക ബലം ശത്രുവിൻ്റെ മന്ത്രോച്ചാരണങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. ഞാൻ ആ ഒരു ദൂതിലേക്ക് വരിക. ഒരു വാക്യത്തോടെ ധ്യാനം തുടങ്ങാം. സ്തോത്രം. അടുത്തിരിക്കുന്ന കൊത് കൈ കൊടുത്ത് പറ, നമ്മളിൽ പകർന്ന ദൈവിക ബലം വലുതാന്ന് പറ. ഗ്ലോറി. ഇന്ന് ചിരിച്ചുകൊണ്ട് പറ, നമ്മിൽ പകർന്ന ദൈവിക ബലം വലുതാണ്. ഇന്ന് തിരിച്ചറിയണം, നിനക്കെതിരെ ഏതൊക്കെ ആയുധം വന്നാലും ഫലിക്കുകയില്ല. പല പദ്ധതിയും പിശാച് കൊണ്ടിരുന്നുണ്ട്, പക്ഷേ അതൊന്നും നടക്കത്തില്ല. മനുഷ്യൻ കൊണ്ടിരുന്നുണ്ട്, നടക്കത്തില്ല. കാരണം നിനക്ക് തന്നേക്കുന്ന ബലം കാട്ടുപോത്തിന് തുല്യമായ ബലമാണ്. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുക, സിയോനെ ഉണരുക, ഉണരുക. എന്നിട്ട് പറയാം, നിന്റെ ബലം. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. ഉണരുക, 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 നിന്റെ ബലം ധരിച്ചുകൊള്ളുക, ബലം ധരിച്ചുകൊള്ളുക. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാ പറയാം, നിന്റെ ബലം നീ ധരിച്ചോണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. കാരണം ദൈവത്തിന് സ്തോത്രം, നീ ഒന്ന് ബലപ്പെട്ടാലേ പറ്റൂ. എതിരാളിയെ കണ്ട്, ശത്രുവിനെ കണ്ട്, സംഭവങ്ങൾ കണ്ട്, പ്രതിസന്ധി കണ്ട് നീ ബലഹീനനായി പോകരുത്. ഈ നമുക്ക് ചില പ്രതിസന്ധി വരുമ്പോഴേ നമ്മളൊക്കെ പറയുന്നൊരു പദമാണ്, നിങ്ങൾ എന്നോട് ഇച്ചിരി ഗഹനമായിട്ട് ഈ ദൂതിൻ്റെ കൂടെ വരണം. നമ്മളൊക്കെ പറയുന്നൊരു കാര്യം, എന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറില്ലേ, ഷോ ഇതെൻ്റെ പരിധിക്കപ്പുറത്ത് പോയി. നിനക്കെന്തോ പരിധി ഉണ്ടെന്നാ. നിനക്ക് ഒരു റേഞ്ചും ഇല്ലാത്തൊരു മനുഷ്യൻ ഞാനാ. പക്ഷെ എന്നിൽ വ്യാപരിക്കുന്നൊരു ബലമുണ്ട്. അതുകൊണ്ട് പൗലോസ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കേണ്ടതിന്. ഇത് ആഹാരം കഴിച്ചപ്പോഴുള്ള ബലമല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ പൈതലായപ്പോൾ നിന്നിൽ പകർന്ന ആ ബലം. ഈ മാനുഷികമായ ചില പ്രശ്നങ്ങൾ വരുമ്പം നമുക്ക് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ നമ്മൾ കട്ടിലേ കയറി കിടക്കും. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാനൊക്കെ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ബലമില്ലാത്തപ്പോൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോവുക. തിരുവല്ലായി പ്രശ്നമുണ്ടായപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ സ്തോത്രം ചെങ്ങന്നൂർ വരെ പോയി കോഫി ഹൗസിൽ പോയി ഒരു കാപ്പിയും കുടിച്ചപ്പം കുറച്ച് ബലം കിട്ടി. തിരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ ചോദിച്ചു, പുള്ളി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, എല്ലാം നടക്കും. കാര്യം അതിനിടയ്ക്ക് കിട്ടി ബലം. ബലം പോയി ഒന്നും വന്നില്ല, നമ്മുടെ മനസ്സാ പ്രശ്നം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയുക, ശ്രദ്ധിക്കണം, ഇന്ന് നീ ബലം ധരിച്ചേ ഇവിടുന്ന് പോകാവൂ. നീ ഒന്ന് ബലപ്പെട്ടാലേ ദൈവത്തിന് ചിലത് ചെയ്യാൻ പ്ലാനുണ്ട്.
നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് ചിലത് ചെയ്യാൻ പ്ലാനുണ്ട്. നീ ഒന്ന് ബലപ്പെട്ടാൽ നിന്നെ തളർത്തിയിടാനാ പിശാച് പ്ലാൻ ചെയ്യുന്നത്. നിന്റെ കുഞ്ഞിൽ പ്രശ്നമിട്ട്, നിന്റെ വീട്ടിൽ പ്രശ്നമിട്ട്, നിന്റെ കുടുംബത്തിൽ പ്രശ്നമിട്ട്, നിന്റെ കൺമുമ്പിൽ തകർച്ചയിട്ട് നിന്നെ തളർത്താൻ നോക്കുമ്പോൾ യേശു പറയുക, ബലപ്പെട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നത് കൈ കൊടുത്തേച്ച് പറ, ഒന്ന് ബലപ്പെടാൻ പറ. സ്തോത്രം, സ്തോത്രം. നല്ലൊരാമയും പറഞ്ഞാട്ട്, നല്ലൊരാമയും പറഞ്ഞാട്ട്. ഈ ചിലരൊക്കെ പറയാം, എൻ്റെ ബ്രദറെ പിശാചിനോട് പോരാടി പോരാടി എൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു. അങ്ങനല്ല ബൈബിൾ. യുദ്ധക്കളത്തിൽ ഒരാൾ നിന്നാൽ ബലം കുറയുമോ ബലം കൂടുവോ? പറ. ഒരാൾ യുദ്ധക്കളത്തിൽ നിൽക്കുക, അയാളുടെ ബലം കുറയുമോ ബലം കൂടുവോ? പറ, എന്തേലും പറ. ബലം കൂടും. കാരണം പറയാം, മാനുഷികമായി നോക്കിയാൽ യുദ്ധക്കളത്തിൽ ബലം കുറയും. പക്ഷെ ആത്മീകമായി നോക്കിയാൽ യുദ്ധക്കളത്തിൽ ബലം വർദ്ധിക്കും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ശൗലിൻ്റെ ബലം ക്ഷയിച്ചും ദാവീദിൻ്റെ ബലം വർദ്ധിച്ചും വന്നു. നീ ഓരോ പ്രശ്നങ്ങളെ ജയിക്കുന്നതോറും നീ തകരുവല്ല, നിന്റെ ബലം ആടാകുക. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നിൻ ഇതുവരെ സഹിച്ചതിനേക്കാൾ വലിയ പ്രശ്നം നീ ഡീൽ ചെയ്യുമ്പോൾ ഓർത്തോണം, നീ തകരുവല്ല, നിന്റെ ബലം. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ദൈവത്തിന് എന്തോ ചെയ്യിക്കാനുണ്ട്. നിന്റെ സന്തതിയെ കൊണ്ട് ദൈവത്തിന് എന്തോ ചെയ്യിക്കാനുണ്ട്. ഒന്നുകൂടെ ബലപ്പെട്. എത്ര പേര് തയ്യാറാണ് ആ ബലം ഒന്ന് സ്വീകരിക്കാൻ? ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് ബലപ്പെട്ടിട്ടേ പോകാവൂ. ശൗലിൻ്റെ ഗ്രഹവും 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യമാണ്. ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. വായിച്ചാണ്. ഹല്ലേലൂയ. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. 2 ശമൂവേൽ 3-ന്റെ 1-ാം വാക്യം. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. നിന്റെ ബലം വർദ്ധിച്ചു വരുമ്പം നിന്റെ ശത്രുവിന്റെ ബലം ക്ഷയിച്ചു വരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. 2024 ബലം കുറയുന്ന വർഷമല്ല, ബലം വർദ്ധിക്കുന്ന വർഷമാ. നിന്റെ എതിരാളി ക്ഷയിക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാകണല്ലേ? സ്തോത്രം. ഇന്നെന്തോ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൈവമക്കളുടെ ബലം വർദ്ധിക്കാൻ പോവാ. ഒരാമയും വരുന്നില്ല. നീ തോറ്റെന്ന് പറഞ്ഞ സ്ഥലത്തു തന്നെ നിന്നെ കൊണ്ട് ദൈവം വിജയിപ്പിക്കാൻ പോവാ. നിന്റെ ബലത്താലല്ല, ദൈവത്തിൻ്റെ ബലത്താൽ. എത്ര ബലം സ്വീകരിക്കാൻ പറ്റും? ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഒരു ആത്മീക ബലം, ഒരു അഭിഷേകത്തിൻ്റെ ബലം, ദൈവകൃപ. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ പറയുന്നൊരു പദം പറയാം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമള്ളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ചില സമയത്ത് ബലഹീനപ്പെട്ടൊക്കെ ഇരിക്കുമ്പം ചിലരൊക്കെ വിചാരിക്കും നമ്മളങ്ങ് തോറ്റുപോയെന്ന്. അന്നേരം അങ്ങോട്ട് കയറിയ മുറിക്കകത്തോട്ടിരുന്ന് വാതിലൊക്കെ ഒന്ന് അടച്ച് മുഴങ്കാലിലൊന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വന്ന കരഞ്ഞോണ്ട് കയറിയ നീ ചിരിച്ചോണ്ട് ഇറങ്ങി വരും. യേശുവിൻ്റെ നാമത്തിൽ ദാനിയേലിനോട് ദൈവം പറയുന്നത് ബലപ്പെട്ടിരിക്ക. എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു, പ്രതിസന്ധിയുടെ മുമ്പിൽ കുലുങ്ങരുത്, ബലപ്പെട്ടിരിക്ക. ചില സമയത്തൊക്കെ പ്രതിസന്ധിയൊക്കെ വരുമ്പോഴേ മുറിക്കകത്തേരി വാതിലടക്കണം. എവിടെ പോയാ? ഒന്ന് ബലം പ്രാപിക്കാൻ പോയാ. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഒത്തിരി നാളുകൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പലതും ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ ആരംഭിക്കാൻ പോവാ. നിന്റെ ശത്രുവിൻ്റെ ബലം. ഞാൻ എൻ്റെ ബൈബിളിൽ നിന്നൊരു പദം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ചിലരുടെ ബലം ക്ഷയിക്കും, ശത്രുവിൻ്റെ ബലം ക്ഷയിക്കും. നിന്റെ ബലം വർദ്ധിച്ചു വരും. നിന്റെ ബലം വർദ്ധിക്കുമ്പോൾ ശത്രുവിൻ്റെ ബലം, സ്തോത്രം, നിന്നെ വല്ലാതെ ബാധിച്ച ചില പ്രശ്നത്തിന്മേൽ നീ ഒന്ന് ബലപ്പെടാൻ പോവാ. നിന്റെ കുടുംബത്തെ തകർക്കാൻ പദ്ധതിയിട്ട വിഷയത്തിന്മേൽ. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്തേ, 6-ാം അധ്യായം എടുത്തേ. വളരെ ശ്രദ്ധേയമായ വാക്യത്തിലോട്ട് വരിക. 6-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ അധ്യായമാണ്. 2-ാമത്തെ വാക്യം.
ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. മിദ്യാൻ ഇസ്രയേൽ മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രയേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. മതി. മിദ്യാന്യരുടെ വലിയ വെല്ലുവിളി അവിടെ നടക്കുക. 6-ാമത്തെ വാക്യം. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രയേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. 5 മുതൽ വായിക്കാമോ? അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ ഇപ്പൊ ഏറ്റവും ക്ഷയിച്ചു. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നൊരു ദൂത് പറയാം. ഇന്ന് നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ ദൈവം വന്നേക്കുവാ. നിന്റെ ക്ഷയിച്ച അവസ്ഥ ഇന്ന് എൻ്റെ ദൈവം പൊട്ടിക്കാൻ പോവാ. ഇതിനകത്തൊരു ആത്മീക ശുശ്രൂഷ നടക്കാൻ പോവാ. നിന്റെ വീട് ക്ഷയിച്ചു പോയെന്നും നിന്റെ മിനിസ്ട്രി ക്ഷയിച്ചു പോയെന്നും നിന്റെ ശുശ്രൂഷ ക്ഷയിച്ചു പോയെന്നും അമ്മി കളിയാക്കിയവരുടെ മുമ്പിൽ നിന്നെ ബലപ്പെടുത്താൻ സ്വർഗം ഒരു പ്ലാൻ ഇടുക. ഓ ഹല്ലേലൂയ! എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ദൈവത്തിന് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഇനി ഒട്ടും ക്ഷയിക്കത്തില്ലെന്ന് പറ. ഹല്ലേലൂയ! എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിനെ അസ്തമിച്ചെന്ന് പറയുന്ന ചില മേഖലകൾ ഇന്നത്തെ ആരാധനയിൽ ഓപ്പൺ ആകാൻ പോവാ. നിന്റെ കുടുംബം ക്ഷയിച്ചു പോയെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഭാഗത്ത് നിന്നെ ക്ഷയിപ്പിക്കാൻ നോക്കുന്നു. ഇവിടെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ആ സമയത്തൊരു കാര്യം നടന്നു. അതാണ് ഈ ദൂതിലോട്ട് വിവരണത്തിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ! സ്തോത്രം. ആ സമയത്ത് 11-ാമത്തെ വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസിനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെയിരുന്നു. അവന്റെ മകനായ ഗിദിയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്. ഇവിടെ ഗിദിയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെളിപ്പെടുത്തുക. ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ദൂത് തുടങ്ങട്ടെ. മറ്റുള്ളവരുടെ നടുവിൽ വെച്ച് ഒരു വ്യത്യസ്തനാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാവരുടെയും നന്മ ശത്രു കൊണ്ടുപോയപ്പം എൻ്റെ കൊണ്ടുപോട്ടെന്നല്ല, അവൻ രാത്രിയിലിറങ്ങി നിലം കൊയ്ത് ആരും കാണാതെ മുന്തിരിച്ചക്കിനടുക്ക വെച്ച് മെതിക്കുക. അതിനർത്ഥം എന്താണെന്നറിയാം? എല്ലാവരുടെയും കൊണ്ടുപോയാലും എൻ്റെ നന്മ ഞാൻ വിട്ടുതരികയില്ല. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ചില വാശിയൊക്കെ വേണം. എല്ലാ കുടുംബങ്ങളെയും തകർത്തെങ്കിൽ എന്നെ തകർക്കാൻ. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ. ആരെയെല്ലാം തകർത്താലും നിന്നെ തകർക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. മനസ്സുകൊണ്ടെന്ന് പറയാം, ഞാൻ തകരത്തില്ലെന്ന് പറയാ. എന്നോട് ദൈവാത്മാവരെ, നിങ്ങളുടെ വീടുകളിൽ വെച്ചും നിങ്ങൾ വ്യത്യസ്തരാകാൻ പോവാ. നിങ്ങളുടെ സമൂഹത്തിൽ വെച്ചും നിങ്ങൾ വ്യത്യസ്തരാകാൻ പോവാ. ആരും ചെയ്യാത്തത് നീ ചെയ്യാൻ പോവാ. ആരെ കൊണ്ട് ചെയ്യിക്കാത്തത് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ. നിന്റെ പേര് പ്രസിദ്ധമാകാൻ പോവാ. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവാ. ഇങ്ങനെ ദൈവം ചെയ്യുമോ? ഓ ഹല്ലേലൂയ! എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുകയാ. നിനക്ക് വിശ്വാസമുണ്ടോ? നിന്നെ വ്യത്യസ്തനാക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ അവസ്ഥയെ മാറ്റാൻ യേശു ആഗ്രഹിക്കുക. എല്ലാവരും അവരവരുടെ നന്മ ശത്രു കൊണ്ടുപോയപ്പോൾ ഇവൻ രാത്രി എവിടെ കൊണ്ടുവന്നാ മെതിക്കുന്നേ? മുന്തിരിച്ചക്കിൻ്റെ അടുക്ക്. അതെന്നെ അവിടെ കൊണ്ടുവന്നേ പറയാം. ശത്രു നോക്കുന്നത് വയലിലാണ്. ശത്രു കണ്ടുപിടിക്കാത്ത സ്ഥലത്ത് വന്ന് ഇത് മെതിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവനെ ഒരാൾ കണ്ടുപിടിച്ചു. ആര്? ദൈവം കണ്ടുപിടിച്ചു. എന്നോട് ദൈവാത്മാവ് പറയുക, നീ വ്യത്യസ്തമായി ചെയ്യുന്ന ചിലത് ആരും കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. ആരും അറിയാതെ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരെല്ലാം അവിശ്വാസം പറയുമ്പോൾ വായു വെള്ളം ഒഴിച്ച് വിശ്വാസം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് നീ ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട്. നീ പ്രവർത്തിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തെക്കുറിച്ച് 1000 അഭിപ്രായം 1000 പേര് പറഞ്ഞാലും നീ അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് മൂളല്ലേ. നീ വ്യത്യസ്തനായിരിക്കണം. നീ മാറ്റി ചിന്തിക്കണം. എല്ലാവരും തങ്ങളുടെ വിളവ് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവൻ പറയുക, ഇന്ന് രാത്രി ഞാൻ ഇറങ്ങും.
എൻ്റേത് കൊയ്യും. മുന്തിരി ചക്കൻ അടുക്ക വെച്ച് മെതിക്കുമ്പം ദൈവം അവൻ്റെ അടുക്കൽ വന്നിട്ട് വിളിക്കുന്ന വിളിയാണ്. നമുക്കത് വായിക്കാം ആ ഭാഗം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരിവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദിയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ. ദൂതൻ വിളിക്കുക, ദൈവം വിളിക്കുക, അല്ലയോ പരാക്രമശാലിയെ, പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് അവനെ ഇഷ്ടപ്പെട്ടു. അടുത്തിരിക്കുന്ന ആളും ചോദിച്ചു, നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? ദൈവത്തിന് അവനെ ഇഷ്ടപ്പെട്ടു. അവനെ വിളിക്കുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെയുണ്ട്. എന്തിനാ? ക്ഷയിച്ച ഗ്രഹത്തെ പുതുക്കി പണിയാൻ യഹോവ നിന്റെ കൂടെയുണ്ട്. എന്നോട് ദൈവാത്മാ പറയാ, നീ ക്ഷയിച്ചെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ കഥ ഉടനെ മാറും, ഉടനെ മാറും, ഉടനെ മാറും, ഉടനെ മാറും. ഇനി അവൻ്റെ അകത്ത് കിടന്നൊരു ചോദ്യം കൂടെ അടുത്ത വാക്യത്തിലുണ്ട്. ഗിദെയോൻ അവനോട് അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? നമ്മുടെ എല്ലാം ഒരു ചോദ്യ. കർത്താവ് കൂടെ ഉണ്ടേ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? എനിക്കിതൊക്കെ എന്തുവാ വരുന്നേ? ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, സ്വോത്രാഴ്ചയിട്ട് TV പ്രോഗ്രാം നടത്തി, ദശാംശം കൊടുക്കണമെന്ന് ഉപദേശിച്ച് പ്രസംഗിച്ച് ഞാൻ കൊടുത്തു. പക്ഷെ എനിക്കെന്തുവാ ഇങ്ങനെ വരുന്നേ? അണ്ണ മിണ്ടുന്നില്ല. അടുത്തോടെ വായിക്കും. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? നമ്മുടെ അപ്പന്മാര് പറഞ്ഞല്ലോ വലിയ കാര്യം നടത്തിയെന്ന്. ആ ദൈവം എവിടെ? ഇപ്പോൾ യഹോവ പിള്ളേരും ചോദിക്കുന്നൊരു ചോദ്യ. എല്ലാവരും രോഗശാന്തി നടത്തിയെന്നും ഭൂതത്തെ പുറത്താക്കിയെന്നും ഒക്കെ പറയുന്ന അത്ഭുതം എവിടെ? ഞങ്ങളാകെ കാണുന്ന കമ്മറ്റി അടിയും വഴക്കുക, വേറൊന്നും ഞങ്ങൾ കാണുന്നില്ല. വേണ്ട, ഒരു പൊങ്ങമ്പനി പോലും വിട്ടുപോകുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ഈ 10 വർഷമായിട്ട്. ഞങ്ങളുടെ സഭയിൽ ഇതുവരെ ഒരു 2 സ്നാനം നടന്നു, സെക്രട്ടറിയുടെ മോളും ട്രഷററുടെ മോനും. അല്ലാതൊരു സ്നാനവും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ നീ എന്നാ പെടാത്തെ? കണ്ടാലല്ല പെടാൻ പറ്റുമോ? മിണ്ടുന്നില്ല. ഉടനെ ഗിദെയോൻ ചോദിക്കുക, കർത്താവേ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പന്മാര് പറഞ്ഞ അത്ഭുതം എവിടെ? ഇനി അടുത്ത വാക്യം കൂടെ. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. 14 വാക്യം നോക്കിയോ. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. അപ്പം തമ്പുരാന്റെ നോട്ടം നിന്റെ മേൽ വന്നാൽ ക്ഷയിച്ച കുടുംബത്തിനകത്ത് നീ ബലപ്പെടും. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, ഇന്ന് ചിലരെ ദൈവം ഒന്ന് ബലപ്പെടുത്താൻ പോവുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് തരുന്നൊരു ബോധ്യം പറയാം. നിങ്ങളിലൂടെ തന്നെ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഉടനെ ഉണ്ട്. ആ ക്ഷയിച്ച അവസ്ഥ പൊട്ടുക. ഇപ്പം നിന്റെ മേൽ വീണ നോട്ടം ദൈവത്തിൻ്റെയാ. ഈ ബലത്തോടെ പോ. ഒരാമയും പറഞ്ഞാട്ട്. നീ മിദ്യാനെ ഒരൊറ്റ മനുഷ്യനെ പോലെ ജയിക്കും. എന്നിട്ട് അവനങ്ങോട്ട് ധൈര്യം വരുന്നില്ല. ഒരു യവയപ്പം ഉരുണ്ടു വരുന്നു. അത് വരവൊക്കെ ചെറിയായിരുന്നു, പക്ഷെ അവൻ മിദ്യാന്യ കൂടാരങ്ങളെ മറിച്ച് അത് കടന്നുപോയി. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. കൃപയുടെ യവയപ്പങ്ങൾ ശത്രു കൂടാരങ്ങൾക്ക് നേരെ ഉരുട്ടിവിടുന്ന ഒരു ആരാധനയായി. ഇന്ന് പകൽ വചനം ചിലതിനെ മറിക്കാൻ പോകുന്നു, അഭിഷേകം ചിലതിനെ മറിക്കാൻ പോകുന്നു. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, നമ്മൾ ക്ഷയിക്കാൻ പോവല്ല, ബലപ്പെടാൻ പോവാ. പൗലോസ് പറയാ, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. മരിക്കാൻ കിടന്ന ഏലിയാവിന് സർവശക്തനായ ദൈവം കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് എഴുതി, ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും
40 രാവും ദൈവത്തിൻ്റെ പർവ്വതം വരെ ഓടി. നീ ദൂത് അവസാനിക്കുമ്പം ഒരു ദൂത് പറഞ്ഞു നിർത്താം. നിന്നിൽ വ്യാപരിക്കുന്ന ബലം ആത്മാവിൻ്റെ ബലവാ. അക്ഷരീക ബലമല്ല ഇവിടെ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ബലവാ. നിന്നിൽ ആ ബലം വെളിപ്പെടും. ഒന്ന് ബലപ്പെട്, ഒന്ന് ബലപ്പെട്. ദൈവശക്തി ഇറങ്ങുന്നു, ഒന്ന് ബലപ്പെട്. നമുക്കെല്ലാവരും എഴുന്നേക്കാം. കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോവുക. നമുക്ക് ലഭിച്ച നന്മയുടെ ഓഹരി കർത്താവിന് കൊടുക്കുക. ദൈവത്തിന് ആര് കൊടുക്കുന്നുണ്ടോ അവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കും. ലൈവിൽ കാണുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം, നമുക്കത് കർത്താവിന് കൊടുക്കാം. എഴുന്നേറ്റ് നിൽക്കാം, അത് വലത് കരത്തിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, നിൻ്റെ വേലയെ ബഹുമാനിക്കാനും നിൻ്റെ നാമത്തെ ഉയർത്താനും ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ആരുടെയും കൈ ശൂന്യമാണെങ്കിൽ ആ കൈകളെ ബലപ്പെടുത്തണം. നിൻ്റെ വേലയെ സ്നേഹിക്കാൻ അവർക്ക് മനസ്സ് കൊടുത്തല്ലോ. ഇന്ന് ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളെ അത്ഭുത സൗഖ്യം കൊടുക്കണം. ഐസിനോട് പോരാടുന്ന പോരാട്ടത്തെ അഴിക്കണം. വലിയവ കർത്താവ് ചെയ്യണം. അനുഗ്രഹിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. 2024 മാർച്ച് മാസം 1, 2, 3 ദിവസം കോട്ടയം കെപിഎസ് മേനൻ ഹാളിൽ വെച്ച് ഒരു ഉപവാസവും പ്രാർത്ഥനയും നടത്തപ്പെടും. ഒരു പ്രത്യേക ദൈവനിയോഗ പ്രകാരമാണ് ആ 5 സെക്ഷൻ മീറ്റിംഗ് നടക്കുക. വെള്ളിയാഴ്ച തുടങ്ങുന്ന മീറ്റിംഗ് ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കും. എല്ലാ സെക്ഷനിലും ഞാൻ തന്നെ ശുശ്രൂഷിക്കും. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ഉപവാസം 1000ങ്ങൾക്ക് വിടുതലായിരിക്കും. സ്തോത്രം. എല്ലാ സെക്ഷനിലും രാവിലെയും വൈകിട്ടും, രാവിലെ 10 തൊട്ട് 2 വരെയും വൈകിട്ട് 6 തൊട്ട് 9 വരെ. ആമീൻ. വെള്ളി, ശനി, ഞായർ നമുക്ക് ഒന്നിച്ചു കൂടാം. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? നിങ്ങൾ കടന്നു വരണം. സ്തോത്രം. അവിടെ പാർത്ത് സ്തോത്രം ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾക്ക് കോട്ടയം ടൗൺ ആണ്, താമസിക്കാൻ ധാരാളം ഫെസിലിറ്റികളുണ്ട്. നിങ്ങൾക്ക് താമസിക്കാം. അവിടെ വന്ന് പ്രാർത്ഥനയെ കൂടാം. 3 ദിവസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഞങ്ങളെല്ലാം ഉപവസിക്കാൻ പോവാം. 3 ദിവസം ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒന്നിച്ച് കാണാം, ഒന്നിച്ചു കൂടാം. ഗോഡ് ബ്ലെസ് യു. എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ഈ ഫെബ്രുവരി മാസം 29-ാം തീയതി 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന മൂവാറ്റുപുഴയിൽ വെള്ളൂർ കുന്നത്തുള്ള ജീസസ് വോയിസിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നോൺ സ്റ്റോപ്പ് പ്രയർ. ഞാൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ അവിടെ വരികയാണ്. എന്നോടുകൂടെ പാസ്റ്റർ ജോൺസൺ കുണ്ട്ര, മറ്റനുഗ്രഹീതരായ ദൈവദാസന്മാർ വചനം പറയുന്നു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് വരെ ജീവിതത്തിൽ 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാം. 12 മണിക്കൂർ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതരെ വിളിക്കണം, ആ പ്രയറിൽ വരണം. വലിയവ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശുക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.